എൻ്റെ പേര് തോമസ്. ഞാൻ പാലാ DSP ആണ്. ഉറക്കം മനുഷ്യൻ്റെ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ്. പലവിധ കാരണങ്ങളാൽ രാത്രിയിൽ ശരിയായ ഉറക്കം ലഭിക്കാതെ വരികയും അല്ല ഏതെങ്കിലും ഉറക്ക സംബന്ധമായ രോഗമുള്ളവർ രാത്രി കാലങ്ങളിൽ ശരിയായി ഉറങ്ങാതെ വരികയും ചെയ്താൽ അവർക്ക് പകൽ ഉറക്കം വരും. അങ്ങനെയുള്ളവർ പകൽ വണ്ടി ഓടിക്കുന്നത് വളരെ അപകടകരമാണ്. അതുകൂടാതെ രാത്രി കാലങ്ങളിൽ സ്ഥിരമായി വണ്ടി ഓടിക്കുന്നവരുണ്ട്. അങ്ങനെ ഓടിക്കുന്നവർ രാത്രി കാലങ്ങളിൽ എവിടെയെങ്കിലും വണ്ടി നിർത്തി ചായ കുടിക്കുകയോ മുഖമൊക്കെ ഒന്ന് കഴുകി കുറച്ച് നേരം നിർത്തിയിട്ട് ഒന്ന് ഫ്രഷായിട്ട് വണ്ടി ഓടിക്കുന്നത് എപ്പോഴും വളരെ നല്ലതായിരിക്കും. ഈ ശബരിമല സീസണിൽ പാലാ തൊടുപുഴ റോഡിലും പാലാ പൊൻകുന്നം റോഡിലും അടുപ്പിച്ചടുപ്പിച്ച് 2 ആക്സിഡൻ്റ് ഉണ്ടായി. 2 ആക്സിഡൻറ്റും ഉണ്ടായ രാത്രി 12 മണിക്കും 2 മണിക്കും ഇടയ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ ഈ 2 റോഡുകളിലും രാത്രി കാലങ്ങളിൽ ചുക്ക് കാപ്പി കൊടുക്കുന്ന പ്രോഗ്രാം തുടങ്ങിയുണ്ടായി. അപ്പോൾ രാത്രി 12 മണി തൊട്ട് വെളുപ്പിന് 5 മണി വരെ അപ്പോൾ വരുന്ന വണ്ടികളെല്ലാം കൈ കാണിച്ച് നിർത്തുകയും അവർക്ക് ചുക്ക് കാപ്പി കൊടുത്ത് അവരൊന്ന് റെസ്റ്റ് ചെയ്ത് ഒന്ന് വിശ്രമിച്ച് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷം ആ സീസണിൽ ഒരു അപകടവും ഉണ്ടായില്ല. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന രാത്രി കാലങ്ങളിൽ സ്ഥിരമായി ഓടിക്കുന്നവർക്കും ഇതുപോലെ ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ആക്സിഡൻറ്റുകൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ട് വിക്റ്റിമായി മാറുന്നത് ഈ ഡ്രൈവറെ വിശ്വസിച്ച് ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ, ആ ഓപ്പോസിറ്റ് വരുന്ന ഒന്നും അറിയാതെ ശരിയായ രീതിയിൽ ശരിയായ ട്രാഫിക്കനുസരിച്ച് ഓടിച്ചു വരുന്ന ആൾക്കാർ, വഴിയിൽ നടന്നു വരുന്ന ആൾക്കാർ, 2 വീലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇവരെല്ലാം ഇതിന് വിക്റ്റിമാകുന്നു. ഈ വിക്റ്റിമാകുന്നത് ഈ വ്യക്തികളുടെ ഒരു ഉറക്ക സംബന്ധമായ ചിലപ്പോൾ ഒരു രോഗം കൊണ്ടാവാം. ഉറക്ക സംബന്ധമായ രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിന് അതിനെക്കുറിച്ച് നമ്മുടെ ഡോക്ടർ രാജകൃഷ്ണ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. നമസ്കാരം, ഞാൻ ഡോക്ടർ രാജകൃഷ്ണൻ, കൺസൾട്ടൻറ്റ് പൾമണോളജിസ്റ്റ്, മാർസില മെഡിസിറ്റി പാല. ഇന്ന് വേൾഡ് സ്ലീപ്പ് ഡേ. നമുക്ക് ഉറക്കത്തിന് വേണ്ടി ഒരു ദിവസം, അല്ല ഉറക്കത്തിനെ സംബന്ധിക്കുന്ന ഒരു ദിവസം. നമ്മുടെ നിത്യജീവിതത്തിൽ ആഹാരവും വ്യായാമവും എന്തുമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണോ അതുപോലെ തന്നെ തുല്യ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാധനമാണ് ഉറക്കം എന്ന് പറയുന്നത്. ഉറക്കം നമുക്ക് തരുന്ന എനർജി അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഒരു ഊർജം, നമുക്കൊരു നമ്മുടെ ഒരു ഡെയിലി പെർഫോമൻസ് നന്നായിട്ട് നടക്കാൻ തന്നെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ലോകപ്രശസ്ത അത്ലറ്റായ ഉസൈൻ ബോൾട്ട്, അദ്ദേഹം ഒളിമ്പിക് മെഡൽ ജേതാവായ ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഉറക്കത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അദ്ദേഹം പറയുകയുണ്ട്. എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം അല്ലെങ്കിൽ എൻ്റെ ഈ ഊർജ്ജത്തിൻ്റെ രഹസ്യം എനിക്ക് കിട്ടുന്ന ഒരു നല്ല ഒരു രാത്രിയിലെ ഉറക്കമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പലപ്പോഴും നമ്മൾ വേണ്ടാന്ന് വയ്ക്കുന്നൊരു കാര്യം അല്ലെങ്കിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നൊരു കാര്യമാണ് ഉറക്കം. ശരിയാകാതെ വന്നാൽ അഥവാ ഉറക്കത്തിന് തടസ്സങ്ങൾ ഉണ്ടായാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഞാൻ ബ്രീഫായിട്ട് ഇവിടെ പറയാം. ഉറക്കത്തിലുണ്ടാകുന്ന ശ്വാസ തടസ്സമാണ് ഇതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. ഇതിൽ സംഭവിക്കുന്നത് ഉറക്കത്തിൽ നമ്മുടെ ശ്വാസക്കുഴലുകൾ അല്ലെങ്കിൽ ശ്വാസം അകത്തോട്ട് പോകുന്ന ശ്വാസം